അക്ബറുടെ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന അബുൾ ഫസൽ എഴുതിയ ചരിത്രകൃതിയാണ് അക്ബർനാമ. ഇതിന് 3 ഭാഗങ്ങളുണ്ട്. ഒന്നാം ഭാഗത്തിൽ അക്ബറുടെ മുൻഗാമികളെക്കുറിച്ചും, രണ്ടാം ഭാഗത്തിൽ അക്ബറുടെ ഭരണകാലത്തെക്കുറിച്ചും, മൂന്നാം ഭാഗത്തിൽ അക്ബറുടെ ഭരണ സംവിധാനത്തെക്കുറിച്ചും പറയുന്നു. മൂന്നാം ഭാഗം ഐൻ ഇ അക്ബറി എന്നും അറിയപ്പെടുന്നു. അക്ബറുടെ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന അബുൾ ഫസൽ എഴുതിയ ചരിത്രകൃതിയാണ് അക്ബർനാമ. ഇതിന് 3 ഭാഗങ്ങളുണ്ട്. ഒന്നാം ഭാഗത്തിൽ അക്ബറുടെ മുൻഗാമികളെക്കുറിച്ചും, രണ്ടാം ഭാഗത്തിൽ അക്ബറുടെ ഭരണകാലത്തെക്കുറിച്ചും, മൂന്നാം ഭാഗത്തിൽ അക്ബറുടെ ഭരണ സംവിധാനത്തെക്കുറിച്ചും പറയുന്നു. മൂന്നാം ഭാഗം ഐൻ ഇ അക്ബറി എന്നും അറിയപ്പെടുന്നു. അക്ബർ നിർമ്മിച്ച തലസ്ഥാന നഗരമാണ് ഫത്തേപൂർ സിക്രി. ഇവിടുത്തെ പ്രാർത്ഥനാലയമാണ് ഇബാദത്ത് ഖാന. ഇവിടെ വിശ്രമത്തിനും വിനോദത്തിനും നിർമ്മിച്ച കൊട്ടാരമാണ് പഞ്ച്മഹൽ. അക്ബർ നിർമ്മിച്ച തലസ്ഥാന നഗരമാണ് ഫത്തേപൂർ സിക്രി. ഇവിടുത്തെ പ്രാർത്ഥനാലയമാണ് ഇബാദത്ത് ഖാന. ഇവിടെ വിശ്രമത്തിനും വിനോദത്തിനും നിർമ്മിച്ച കൊട്ടാരമാണ് പഞ്ച്മഹൽ. ഗുജറാത്തിൽ നേടിയ വിജയത്തിൻ്റെ ഓർമ്മയ്ക്ക് 1602 അക്ബർ നിർമ്മിച്ച ബുലന്ദ് ദർവാസ ഫത്തേപൂർ സിക്രിയുടെ പ്രവേശന കവാടമാണ്. വിജയത്തിൻ്റെ വാതിൽ എന്നും ഇതറിയപ്പെടുന്നു. ഗുജറാത്തിൽ നേടിയ വിജയത്തിൻ്റെ ഓർമ്മയ്ക്ക് 1602 അക്ബർ നിർമ്മിച്ച ബുലന്ദ് ദർവാസ ഫത്തേപൂർ സിക്രിയുടെ പ്രവേശന കവാടമാണ്. വിജയത്തിൻ്റെ വാതിൽ എന്നും ഇതറിയപ്പെടുന്നു. അക്ബർ സ്ഥാപിച്ച മതം ദിൻ ഇലാഹി. അക്ബർ സ്ഥാപിച്ച മതം ദിൻ ഇലാഹി. അക്ബറുടെ ആത്മീയ ഗുരു സലീം ചിസ്തി. അക്ബറുടെ ആത്മീയ ഗുരു സലീം ചിസ്തി.